ഇന്നലെ ഞാനൊരു ഇഫ്താറിൽ പങ്കെടുത്തു. എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിലുള്ളൊരു ഇഫ്താറായിരുന്നു. കാരണം സംസം വെള്ളം കൊണ്ടാണ് ഞങ്ങൾ നോമ്പ് തുറന്നത്. സാധാരണ ഇതുപോലെയുള്ള ഇഫ്താറുകളിലൊന്നും നോമ്പ് തുറക്കാനും സംസം വെള്ളവും കാരയ്ക്കൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു നോമ്പ് തുറക്ക് സംസം വെള്ളമായിരുന്നു. ഈ നോമ്പ് തുറ സംഘടിപ്പിച്ചത് പൊന്നാനിയിലുള്ള ഷിറോസ് പൊന്നാനി എന്ന് പറയുന്ന ഒരു സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ്. അതാണ് മറ്റൊരു പ്രത്യേകത. കാരണം ഈ നോമ്പ് തുറയുടെ A to Z വരെ നിയന്ത്രിച്ചതും സംഘടിപ്പിച്ചതും എല്ലാം സ്ത്രീകൾ മാത്രമാണ്. ഇതിൽ ഏതാനും ചില മാധ്യമപ്രവർത്തകർക്ക് ക്ഷണമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ പരിപാടിയിൽ വന്നത്. ഭയങ്കര സന്തോഷം. പൊന്നാനിയിലെ സ്പെഷ്യൽ അപ്പങ്ങൾ 30ഓളം വിഭവങ്ങളായിരുന്നു ഈ നോമ്പ് തുറക്കുണ്ടായിരുന്നത്. ഇത്രയും അധികം പൊന്നാനി വിഭവങ്ങൾ അപ്പങ്ങൾ നോമ്പ് തുറക്ക് കിട്ടുന്നത് തന്നെ എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസാണ്. എന്തായാലും ഭയങ്കര സന്തോഷമായി. നോമ്പ് തുറക്കുക ഞങ്ങൾ ഇഫ്താർ കഴിഞ്ഞിട്ട് പള്ളിയിൽ നിസ്കരിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് പത്തിരി, വെള്ളപ്പം, പൊറോട്ട അങ്ങനെ ഒരുപാട് സാധനങ്ങളുടെ കൂടെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു സാധനം പൊന്നാനിയുടെ സ്പെഷ്യൽ കഞ്ഞിയാണ്. കഞ്ഞി ഇങ്ങനെ വെള്ളം കൂടുതലില്ല, അങ്ങനെ കുഴമ്പ് പോലെയുള്ള കഞ്ഞിയിൽ അതിന് സ്പെഷ്യലായിട്ട് അതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് പഴം ഉടച്ച് കുഴച്ച രൂപത്തിലാക്കിയ മറ്റൊരു സാധനമുണ്ട്. വളരെ ഹെൽത്തിയാണ്. അതിൽ കൂടെ നല്ല മുളകിട്ട മത്തിക്കറിയും മത്തി പൊരിച്ചതും. ഈ ഒരു കോമ്പിനേഷനാണ് ഞാൻ സ്വീകരിച്ചത്. ചിക്കൻ ബിരിയാണിയോ അല്ലെങ്കിൽ പൊറോട്ടയോ പത്തിരിയോ വെള്ളപ്പോ ഒന്നും ഞാൻ എടുത്തില്ല. മറിച്ച് ഞാൻ ഈ കഞ്ഞിയാണ് കുടിച്ചത്. പൊന്നാനി കർമാറോഡിൻ്റെ പുഴയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞുള്ള ഈ ഒരു നോമ്പുതുറ വലിയൊരു അനുഭവം തന്നെയായിരുന്നു. ഏതായാലും പൊന്നാനിക്കാരായ ഷിറോസ് പൊന്നാനിയുടെ ഇതിന് സംഘടിപ്പിച്ച ആളുകളൊക്കെ വളരെ കയ്യടി നേടാൻ അർഹതയുള്ള ആളുകളാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇവർ നോമ്പ് തുറക്കെ കഴിഞ്ഞ് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ലഹരിക്കെതിരെ ഈ സ്ത്രീകൾ തന്നെ ഒരു വലിയ പ്രതിജ്ഞ എടുത്തിരുന്നു. കാരണം പൊന്നാനിയിലെ ഷിറോസ് പൊന്നാനിയുടെ ഈ നോമ്പ് തുറ എൻ്റെ ലൈഫിലെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഈ നോമ്പ് തുറക്ക് നമ്മുടെ ചാനലിലൊക്കെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടു. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. വന്നപ്പോൾ തന്നെ വിസാൽമിൻ്റെ ആളാണല്ലോ, ഫക്രുദ്ദീനാണല്ലോ എന്ന് പറഞ്ഞ് വളരെ സ്നേഹപൂർവ്വമുള്ള പെരുമാറ്റമായിരുന്നു. കാരണം ഇതിൽ പങ്കെടുത്തിരുന്ന ഈ നോമ്പ് തുറക്കുന്ന ആളുകൾ നല്ലൊരു പങ്കും സ്ഥിരമായിട്ട് വിസാൽ മീഡിയ കാണുന്ന ആളുകളാണ്. അത് അതിലേറെ സന്തോഷം. ഞാനിലെ കർമ്മ റോഡിൽ ഇങ്ങനെ ഇരുന്ന് നോമ്പ് തുറന്നുള്ള അനുഭവങ്ങളുള്ള ആളുകളുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കർമ്മ റോഡിലൊരു നോമ്പ് തുറക്ക് ഈ രീതിയിൽ പങ്കെടുക്കുന്നത്. അത്തരം അനുഭവങ്ങളുള്ള പൊന്നാനിക്കാർക്ക് അറിയാം, ഏറ്റവും വൈബുള്ളൊരു നോമ്പ് തുറയാണ് കർമ്മ റോഡിലേത്. അതിൽ പങ്കെടുത്ത ആളുകളുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യൂ.